ബാല്യത്തിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബാല്യത്തിലാണ് അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും എല്ലാം ഉണ്ടാകുന്നത്. ഈ സമയത്ത് കുട്ടികൾ വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് പലപ്പോഴും കഴിക്കുന്നത്. പല വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2 മാസമൊക്കെ വീട്ടിൽ നിന്ന കുട്ടികളാണ്. അവരിനി സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ച് രാവിലെ നല്ല ഭക്ഷണം കൊടുത്ത് വിടുക എന്നുള്ളത് എല്ലാ പേരൻറ്റിൻ്റെയും ഒരു കടമയാണ്. അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ്. പക്ഷേ പല പേരൻസും പറയുന്നത് രാവിലെ കുട്ടിയെ ആഹാരം കഴിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു അച്ചടക്കം ഇല്ലാത്ത വീടാണെങ്കിൽ രാവിലെ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം കുട്ടിയും മാതാപിതാക്കളും ഒരുമിച്ചാണ് എഴുന്നേൽക്കുന്നത്. കുട്ടികൾ ഭക്ഷണം കഴിക്കാറാകുമ്പോഴത്തേക്കും മാതാപിതാക്കളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ കുട്ടി കഴിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി വയ്ക്കുകയും കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ അവരെ സാവധാനം കൈകാര്യം ചെയ്ത് ഭക്ഷണമൊക്കെ സമാധാനത്തോടെ കഴിപ്പിച്ച് വിടുകയൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിൽ നല്ലൊരു അച്ചടക്കവും നല്ല ഒരു പ്ലാനിങ്ങും ഒക്കെ ആവശ്യമാണ്. പലപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ടാണ് എന്തുണ്ടാക്കണമെന്ന് പോലും പലരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ കുട്ടികളെ എങ്ങനെയാണ് നല്ല ഭക്ഷണം കൊടുത്ത് വിടാനായിട്ട് സാധിക്കുക? പിന്നെ ഒരുപാട് ഭക്ഷണം ക്വാണ്ടിറ്റിയിലല്ല കാര്യം, അതിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം. ഒരു കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻ ആ കുട്ടിക്ക് രാവിലെ കൊടുത്തു വിടാൻ പറ്റുന്നുണ്ടോ? പല കുട്ടികളോട് ഞാൻ ഈ അടുത്തൊരു സ്കൂളിലൊരു കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത് 2 ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. അതിൽ നല്ലത് അതിനൊന്നും കൊടുക്കാതിരിക്കുന്നതാണ്. ബിസ്ക്കറ്റല്ല രാവിലെ ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാരയും ദോശയുമായിട്ട് കഴിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജാമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂട്ടി ചപ്പാത്തി കഴിക്കുന്ന കുട്ടികൾ, എന്ത് ന്യൂട്രീഷനാണ് കുട്ടിക്ക് കിട്ടുന്നത്? കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷൻ രാവിലത്തെ ഭക്ഷണത്തിൽ കിട്ടണം. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ ബ്രെയിൻ ഫുഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എന്താണ്, ലഞ്ചിൻ്റെ ക്വാളിറ്റി എന്താണ്, രാത്രി നല്ലൊരു ഭക്ഷണം ആ കുട്ടിക്ക് കൊടുത്തിട്ട് അതിനെ നേരത്തെ കഴിപ്പിച്ച് അതിനെ നേരത്തെ ഉറക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. കൊച്ചു കുട്ടികളെ നമ്മൾ എത്ര കണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെ നമ്മൾ എത്ര കണ്ട് ഓർഗനൈസ് ചെയ്യുന്നു, അവരെ നമ്മൾ എത്ര കണ്ട് കരുതുന്നു, അതാണ് ഒരു കുഞ്ഞിൻ്റെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ എലിവേഷനും ബെറ്റർ ആവും.